ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് ദി ഇൻ്റർകൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. അപ്പോൾ ഹീറ്റിനെ പറ്റിയും ടെമ്പറേച്ചറിനെ പറ്റിയും അതേപോലെ ഹീറ്റിൻ്റെ ഇൻ്റർകൺവേർഷൻ ഡിഫറെൻറ്റ് ഫോംസിലേക്കുള്ള ഇൻ്റർകൺവേർഷനെ പറ്റിയും ഉള്ള സ്റ്റഡിയാണ് എന്ത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനിയും നമുക്കൊരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? കുറച്ച് മെഷറബിൾ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസുകൾ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ആ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടൻ മെഷറബിൾ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് വേരിയബിൾസിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? തെർമോഡൈനാമിക് വേരിയബിൾസിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പോൾ നോക്കൂ, ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് എ ഹോമോജിനിയസ് സിസ്റ്റം may be represented by the means of certain selected variables such as pressure, volume, temperature and entropy. ഇനി അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, നമുക്ക് ഫസ്റ്റ് ലോയും അറിയാം, സെക്കൻഡ് ലോയും അറിയാം. ഫസ്റ്റ് ലോ എന്താണ്? ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു ആണ് ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം ആൻഡ് ടു ഡു എക്സ്റ്റേണൽ വർക്ക്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി, വെയർ പി ഡി വി ഈസ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഓക്കെ, ഇനി സെക്കൻഡ് ലോ വെച്ച് നമുക്ക് എഴുതാം ഡി ക്യു ഈസ് ഈക്വൽ ടു ടി ഡി എസ്, വെയർ എസ് ഈസ് ദ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഈ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ലോ ഞാൻ ഫസ്റ്റ് ലോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് ഡി ക്യുവിന് പകരം ടി ഡി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഡി യുവിനുള്ള ഇക്വേഷൻ എഴുതുകയാണ്. ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി. അപ്പോൾ നമുക്കിവിടെ കണ്ടോ, യു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്, ദാറ്റ് ഈസ് ഡി യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പം നമ്മൾ ഇവിടെ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് 4 തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ ടേംസിൽ എന്താണ് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഇക്വേഷൻ ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്രസസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് 4 തെർമോഡൈനാമിക് വേരിയബിൾസ്. അപ്പോൾ ഇനിയും ഈ ഒരു സിസ്റ്റത്തെ പറ്റി കംപ്ലീറ്റ് നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 വേരിയബിൾസ് മാത്രം പോരാ. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമുക്ക് സർട്ടൻ റിലേഷൻസ് എന്താണ് അത്യാവശ്യമാണ്. ആ സർട്ടൻ റിലേഷൻസ് കണ്ടുപിടിക്കാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ 4 തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ ഫങ്ഷനും കൂടെ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഫങ്ഷൻസ് ഓഫ് വേരിയബിൾസ് സച്ച് ആസ് പി, ടി, വി, എസ്. അപ്പം ഈ തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ ഫങ്ഷനുകളെയാണ് നമ്മൾ എന്ത് അറിയപ്പെടുന്നത്? തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഫങ്ഷൻസ്. അപ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസും തെർമോഡൈനാമിക് ഫങ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ ഫങ്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താണ് തെർമോഡൈനാമിക് ഫങ്ഷൻ അല്ലെങ്കിൽ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി 4 പ്രിൻസിപ്പൽ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് 4 തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുകളാണുള്ളത്. അതായത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻറ്റേർണൽ എനർജി. ഒന്നാമത്തെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിന് എക്സാമ്പിളാണ് ഇൻറ്റേർണൽ എനർജി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് എനർജി. അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇൻട്രിൻസിക് എനർജി. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ യു. ഓക്കെ, ഇനി എന്താണ് ഇൻറ്റേർണൽ എനർജി? Internal energy is the energy possessed by a system due to
ദ മോളിക്കുലാർ മോഷൻ ആൻഡ് മോളിക്കുലാർ കോൺഫിഗറേഷൻ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ മോഷൻ മൂലമോ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ കോൺഫിഗറേഷൻ മൂലമോ ഒരു സിസ്റ്റം പൊസസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ഇപ്പം ആ എനർജി പൊസസ് ചെയ്യുന്നത്, ആ എനർജി കിട്ടുന്നത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് മൂലമാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് മോഷൻ ഓഫ് ദ മോളിക്യൂളുകൾ മൂലം പൊസസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ എന്ത് വിളിക്കും, ഇൻറ്റേർണൽ കൈനറ്റിക് എനർജി എന്ന് വിളിക്കും. അതേപോലെ തന്നെ മോളിക്കുലാർ കോൺഫിഗറേഷൻ മൂലം ആ സിസ്റ്റം പൊസസ് ചെയ്യുന്ന എനർജി ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി എന്നും വിളിക്കും. ഇൻറ്റേർണൽ കൈനറ്റിക് എനർജി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ UK എന്നും ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ UP എന്നുമാണ്. ഓക്കെ, ഇനി നമുക്കപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാമല്ലോ, U = UK + UP. ഓക്കെ, ഇനി ഇപ്പോൾ ഈ മോളിക്യൂളുകൾ തമ്മിൽ ഒരു ഇൻട്രാക്ഷനൊന്നും ഇല്ല എന്നിരിക്കട്ടെ. അപ്പം മോളിക്യൂളുകൾ തമ്മിൽ ഇഫ് ദെയർ ഈസ് നോ എനി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് UP എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് എടുക്കാം. ഇനി നമുക്കറിയാം ഇൻറ്റേർണൽ എനർജിക്ക് ഫസ്റ്റ് ലോ നമുക്കറിയാം എന്താണ്, dQ = du + dW ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻറ്റേർണൽ എനർജിയുടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് du = dQ - dW. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇവിടെ dW എന്താണ്, ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ്. ഓക്കെ, അത് PdV ആണെന്ന് നമുക്ക് അറിയാം. അതേപോലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് dQ = TdS. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ച് നമ്മൾ എഴുതി dQ = T × dS. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് DUവിന് ഒരു എക്സ്പ്രഷൻ കിട്ടും, DU = TdS - PdV. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്, S എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും V എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് S ആൻഡ് V. അപ്പം നമുക്ക് U = U of SV എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇൻറ്റേർണൽ എനർജി എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്, എസ്സിൻ്റെയും അതേപോലെ വിൻ്റെയും ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എനർജി ഫസ്റ്റ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യലായിട്ടുള്ള ഇൻറ്റേർണൽ എനർജിയെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യലായിട്ടുള്ള ഹെൽംഹോൾട്ട്സ് ഫംഗ്ഷനെ പറ്റി നോക്കാം. ഹെൽംഹോൾട്ട്സ് ഫംഗ്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ H. ഓക്കെ, അപ്പോൾ നമുക്കറിയാം DU എന്ന് പറയുന്നത് എന്താണ്, dQ - dW ആണ്. dQയ്ക്ക് പകരം നമുക്ക് എന്തെഴുതാം, TdS എഴുതാം. അപ്പോൾ DU = TdS - dW. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണ് ഇൻ വിച്ച് ദ സിസ്റ്റം എക്സ്ചേഞ്ചസ് ഹീറ്റ് വിത്ത് ദ സറൗണ്ടിങ് ആൻഡ് ഈസ് ദെയർ ബൈ മെയിൻറ്റെയിൻഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ സിസ്റ്റം സറൗണ്ടിങ്ങുമായിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഈ TdS എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം, D of TS എന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഈ DU = TdS - dWയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ DU = D of TS - dW. ഓക്കെ, DU - D of TS is equal to -dW. dW എന്ത് ചെയ്യുന്നു, അപ്പുറത്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പോൾ D കോമണൻ്റ് എടുക്കാൻ നമുക്ക് D of U - TS is equal to -dW. ഇനി U - TS എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ആ ക്വാണ്ടിറ്റിക്ക് പകരം ഞാൻ F എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ DF is equal to -dW എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഈ F എന്ന് പറയുന്നത് U - TS ആണ്. ആ എഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്താണ്, F = U - TS. നമുക്കിനി കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, എന്ത് തന്നെയാണ്, വർക്ക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. കാരണം എന്താണ്, DF = -dW എന്ന് വന്നു അവിടെ. അപ്പോൾ ഇത് വർക്ക് കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്, വർക്ക് ഫംഗ്ഷൻ തന്നെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിനൊരു ഇക്വേഷൻ കിട്ടി, അതായത് നമ്മുടെ ഹെൽംഹോൾട്ട്സ് ഫംഗ്ഷൻ ഒരു ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് F = U - TS. ഇനിയും
ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി യു മൈനസ് ഡി ഓഫ് ടി എസ്. ഓക്കെ, ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി യു മൈനസ് ഡി ഓഫ് ടി എസ് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് റൂൾ വെച്ച് സോൾവ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആദ്യത്തെ ഫംഗ്ഷൻ. അപ്പോൾ എനിക്ക് കിട്ടി ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി യു മൈനസ് ആദ്യത്തെ ഫംഗ്ഷൻ ഏതാണ്, ടി, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഡി എസ് പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആദ്യത്തെ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡി ടി. ഓക്കെ, അപ്പോൾ ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഡി എസ് മൈനസ് പി ഡി വി ആണ്. ഈ ഡി യുവിൻ്റെ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡി എഫിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം എന്തൊക്കെ ക്യാൻസലായിട്ട് പോവും, രണ്ട് പ്ലസ് ടി ഡി എസും മൈനസ് ടി ഡി എസും എന്തായിട്ട് പോവും, ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി അവിടെ ഉള്ളത് ഡി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് എന്ത് ചെയ്തു, നെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയോ, ഈ ഡി എഫിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ചേഞ്ച് ഇൻ ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്തു, അവിടെ കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അപ്പോൾ ഈ ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്, ഈ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലായി ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിയുടെയും ടിയുടെയും എന്താണ്, ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വി ടി. ഓക്കെ, അപ്പം ഈ നാലാമത്തെ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലായി ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയുടെയും ടിയുടെയും എന്താണ്, ഒരു ഫംഗ്ഷനാണ്. നമ്മളിതുവരെ അപ്പം രണ്ട് തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിനെ പറ്റി പറഞ്ഞു. ഏതൊക്കെയാണ്, ഇൻറ്റേർണൽ എനർജി, ഹെൽംഹോൾട്സ് ഫംഗ്ഷനും. നമുക്ക് മൂന്നാമത്തെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ നോക്കാം. ദാറ്റ് ഈസ് എൻതാൽപ്പി, or it is otherwise called total heat, and it is denoted by the letter H. Okay, എൻതാൽപ്പി എന്താണെന്ന് നോക്കാം. എൻതാൽപ്പി ഈസ് ആൻ എക്സ്റ്റെൻസീവ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. അപ്പോൾ എൻതാൽപ്പി ഒരു എക്സ്റ്റെൻസീവ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദിസ് എൻതാൽപ്പി ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ആൻ അഡയബാറ്റിക് ത്രോട്ട്ലിംഗ് പ്രോസസ്സ്. ഒരു അഡയബാറ്റിക് പ്രോസസ്സിൽ എൻതാൽപ്പി എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി എൻതാൽപ്പി നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാം, എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഓക്കെ, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കാം. ദാറ്റ് ഈസ് ഡി എച്ച് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഓഫ് പി വി. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് റൂൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഡി എച്ച് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡി യുക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ടി ഡി എസ് മൈനസ് പി ഡി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പ്ലസ് ഡി വി മൈനസ് ടി വി എന്ത് ചെയ്യുന്നു, ക്യാൻസലായി പോകുന്നു. അങ്ങനെ അവസാനം നമുക്ക് ഡി എസിന് ഏത് ഇക്വേഷൻ കിട്ടുന്നു, ഡി എച്ച് ഇസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി, ടി ഡി എസ് പ്ലസ് വി ഡി പി. അതെന്ന് ഞാൻ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കുക, ഈ എൻതാൽപ്പി എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനായിട്ട് വന്നേക്കുകയാണ്, എസിൻ്റെയും പിയുടെയും ഫംഗ്ഷനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ് പി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇൻറ്റേർണൽ എനർജി നമുക്ക് രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടി. അതേപോലെ ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ നമുക്ക് രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടി. അതേപോലെ ഇവിടെ എൻതാൽപ്പി എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനായിട്ട് കിട്ടി, എസിൻ്റെയും പിയുടെയും ഫംഗ്ഷനായിട്ട് എന്ത് ചെയ്തു, കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അതായി എൻതാൽപ്പിയായി. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ബേസിക്കലി 4 പ്രിൻസിപ്പളായിട്ടുള്ള തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസാണുള്ളത്. അതിൽ നമ്മൾ 3 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി പറയാനുണ്ട്, അതാണ് ഗിബ്സ് പൊട്ടൻഷ്യൽ. എന്താണ് ഗിബ്സ് പൊട്ടൻഷ്യൽ? ഈ ഗിബ്സ് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ജി. ഗിബ്സ് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്, ജി ആണ്. ഓക്കെ, ഈ ഗിബ്സ് പൊട്ടൻഷ്യലിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്, ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. എന്താണ്, ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. പക്ഷെ നമുക്കറിയാം എച്ച് എന്താണ്, എച്ച് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ജിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജി ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ജിയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഡി ജി ഈസ് ഈക്വൽ ടു യു പ്ലസ് ഈ പി വി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡി ഓഫ് പി വി പ്രോഡക്റ്റ് റൂൾ വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതേപോലെ ടി എസിനെയും ഡി ഓഫ് ടി എസ് അല്ലേ, അപ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് പ്ലസ്
ടി ഡി എസും മൈനസ് ടി ഡി എസും ക്യാൻസലായി പോകുന്നു, പ്ലസ് ഡി വിയും മൈനസ് പി ഡി വിയും ക്യാൻസലായി പോകുന്നു. ബാക്കി റിമൈനിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി എന്നാണ്. എന്താണ്? വി ഡി പി മൈനസ് എസ് ഡി ടി. അപ്പോൾ ഡി ജി എന്ന് പറയുന്നത് വി ഡി പി മൈനസ് എസ് ഡി ടി എന്ന് കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 6 നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഈ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്, ഗിബ്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനായിട്ട് എഴുതാം? പിയുടെയും ടിയുടെയും പൊട്ടൻഷ്യലായിട്ട് എന്ത് ചെയ്യാം, ഫംഗ്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ നമ്മൾ അതായത് ഡി യു, ഡി എച്ച്, ഡി എഫ്, അതേപോലെ തന്നെ ഡി ജി, ഇത് എല്ലാം നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റി? ഓരോന്നിൻ്റെയും 2 വേരിയബിൾസിൻ്റെ എന്തായിട്ട് എഴുതാൻ പറ്റി? ഫംഗ്ഷനുകളായിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ ഡി ജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? വി ഡി പി മൈനസ് എസ് ഡി ടി എന്ന് കിട്ടി. In an isobaric isothermal process, dP is equal to 0 and dt is equal to 0. അങ്ങനെയാണെങ്കിൽ എന്താവും? ഡി ജി എന്താവും? 0. If dg is equal to 0, then g is a constant. That is, Gibbs function is that physical quantity which remains constant in an irreversible isobaric process. ഒരു റിവേഴ്സിബിൾ ഐസോബാറിക് പ്രോസസ്സിൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതായിരിക്കും? ഗിബ്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ 6 നിന്ന് എന്ത് ക്ലിയർ ആണ്? ഈ ജി എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? പിയുടെയും ടിയുടെയും ഫംഗ്ഷനാണ്. നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു ജി ഓഫ് പി ടി എന്ന് നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഇനി നോക്കിയോ, ഡി യു, ഡി എച്ച്, ഡി എഫ്, അതേപോലെ ഡി ജി, ഇത് 4 എന്താണ്? ദേ ആർ എക്സാക്റ്റ് ഡിഫറൻഷ്യൽസ് ആണ്. അപ്പം നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ നമുക്ക് സർട്ടൻ റിലേഷൻസ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ എയിം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ആ സിസ്റ്റത്തിൽ, തെർമോഡൈനാമിക് സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കുറച്ച് സർട്ടൻ റിലേഷൻസിനെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ എയിം എന്ന് പറയുന്നത്. എന്തുപയോഗിച്ച്? തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ ഫങ്ഷനുകളായിട്ടുള്ള തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുകൾ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4 എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ത് ചെയ്തു? ഇവിടെ ഡിറൈവ് ചെയ്തു. ഇനി അതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കും. ഞാൻ എന്ത് ചെയ്തു? ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഞാൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ദാറ്റ് ഈസ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഡോ ഇസഡ് ബൈ ഡോ എക്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ അറ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ് ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇനിയും ഡോ ഇസഡ് ബൈ ഡോ എക്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വൈയെ ഞാൻ എം എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുകയാണ്. അതേപോലെ ഡോ ഇസഡ് ബൈ ഡോ വൈ അറ്റ് എ കോൺസ്റ്റൻറ്റ് എക്സിനെ ഞാൻ എൻ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? ഡി ഇസഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഓരോന്നും പ്രൂവ് ചെയ്ത് ഡി യു, ഡി എഫ്, ഡി എച്ച്, ഡി ജി, ഇതെല്ലാം ഏത് ഫോമിലാണ്? ഈ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറയുന്ന ഫോമിലാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഈ ഇക്വേഷനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഓക്കെ, എമ്മിനെയും എന്നിനെയും എന്ത് ചെയ്യുന്നു? പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എമ്മിനെ വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതേപോലെ എന്നിനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡോ എം ബൈ ഡോ വൈ അറ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അതിനെ നമുക്ക് എന്ത് എഴുതാം? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അതേപോലെ എന്നിനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്നെന്ന് പറയുന്നത് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നോക്ക്, ഡോ RHS രണ്ടിടത്തും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? LHS എന്താവും? ഈക്വൽ ആകും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ. അപ്പോൾ നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? ഒരു കണ്ടീഷനാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എം ഇസഡ് ഈസ് ഈക്വൽ ടു
എം ഡി എക്സ് ഡി സെഡ് ഈസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറയുന്ന ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ എന്തായിരിക്കണം? ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ. ഓക്കെ, നമ്മൾ ഈ റിസൾട്ടിനെയും ഓരോ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനത്തും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എടുക്കുക. അതാണ് ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി ആണ്. ഇത് എന്തിൻ്റെ ഫോമിലാണ്? ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയുടെ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്ന ഈ ഇക്വേഷനകത്ത് എം എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് പി ആണ്. എക്സ് എന്ന് പറയുന്നത് എസ് ആണ്. വൈ എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ. അപ്പോൾ എമ്മിനും എന്നിനും എക്സിനും വൈക്കും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഈ റിലേഷൻ കിട്ടി. ഇതിനെ ഞാൻ എന്ത് വിളിക്കും? ഫസ്റ്റ് thermodynamic relation of Maxwell. അപ്പോൾ ഈ ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി ആണ് മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ് തെർമോഡൈനാമിക് റിലേഷൻ. നമുക്ക് ഒന്നാമത് തെർമോഡൈനാമിക് റിലേഷൻ നമുക്ക് കിട്ടി ആ സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നാലാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. ദറ്റ് ഈസ് ഡി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി എന്ന് കിട്ടി. ഇതാണ് സെക്കൻഡ് തെർമോഡൈനാമിക് റിലേഷൻ ഓഫ് മാക്സ്വെൽ. ഓക്കെ, ഇനി ഞാൻ അടുത്തത് അഞ്ചാമത്തെ ഇക്വേഷനിൽ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് അഞ്ചാമത്തെ ഇക്വേഷൻ എന്താണ്? ഡി എച്ച് ഇസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി ആണ്. അതിന് ഞാൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് പി എന്ന് കിട്ടി. ഇതാണ് മാക്സ്വെൽസിൻ്റെ തേർഡ് തെർമോഡൈനാമിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതുപോലെ തന്നെ ആറാമത്തെ ഇക്വേഷനായിട്ടുള്ള ഡി ജി ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി എന്ന് കിട്ടി. ഇതിനെയാണ് എന്താണെന്ന് പറയുന്നത്? മാക്സ്വെല്ലിൻ്റെ നാലാമത്തെ തെർമോഡൈനാമിക് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാക്സ്വെല്ലിൻ്റെ 4 തെർമോഡൈനാമിക് റിലേഷൻ കിട്ടി. എന്തൊക്കെയാണ്? ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി. അതേപോലെ ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. നെക്സ്റ്റ് ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് പി. ഡോ എസ് ബൈ ഡോ പി ബൈ കോൺസ്റ്റൻറ്റ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി. അപ്പോൾ നമുക്ക് മാക്സ്വെല്ലിൻ്റെ 4 തെർമോഡൈനാമിക് റിലേഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 4 തെർമോഡൈനാമിക് റിലേഷൻ വെച്ചിട്ട് മാക്സ്വെല്ലിൻ്റെ ഇതിനെയാണ് നമ്മൾ മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 തെർമോഡൈനാമിക് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻ. എന്താണ് ക്ലോഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻ? അപ്പോൾ ഈ ക്ലോഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നു? മാക്സ്വെൽസ് സെക്കൻഡ് തെർമോഡൈനാമിക് റിലേഷൻ കൺസിഡർ ചെയ്യുന്നു. അതായത് ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ ത്രൂ ഔട്ട് ആയിട്ട് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. നമുക്കറിയാം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം. ദാറ്റ് ഈസ് ടി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ. അപ്പോൾ സെക്കൻഡ് തെർമോഡൈനാമിക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് സെക്കൻഡ് ഇക്വേഷനിൽ ടി ഇൻറ്റു ഡെൽറ്റ എസ് അല്ലെങ്കിൽ ടി ഇൻറ്റു ഡോ എസിന് പകരം ഞാൻ ഡോ ക്യൂ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡോ ക്യൂ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ,
അപ്പോൾ ഇക്വേഷൻ 3യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ, ഡോ ക്യൂ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ആണ്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ വോളിയമാണ് ആ ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ dou Q by dou V at constant T represents the quantity of heat absorbed or liberated per unit change in volume at a constant temperature. This means that the heat absorbed or liberated at a constant temperature brings out simply a change in volume of the substance. അതായത് ഇത് സിംപ്ലി നമുക്ക് എന്ത് പറയാം, ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ആ സിസ്റ്റം അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്ത ഹീറ്റാണ് അവിടെ എന്തിന് കാരണമായത്, ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവാൻ കാരണമായത്. ആ സബ്സ്റ്റൻസിൻ്റെ ചേഞ്ച് ഇൻ വോളിയത്തിന് കാരണം ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് ലിബറേറ്റഡ് തന്നെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. അപ്പോൾ ഇവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലേറ്റൻറ്റ് ഹീറ്റ് ആയിരിക്കും. എന്തായിരിക്കും, ലേറ്റൻറ്റ് ഹീറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്ത് മൂലം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോളിയം ആയിരിക്കും, സ്റ്റേറ്റ്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറിയതിൻ്റെ ഫലമായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ ഈ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്താണ്, ലേറ്റൻറ്റ് ഹീറ്റാണ്, അല്ലെങ്കിൽ എല്ലെന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോളിയം എന്ത് മൂലമാണ് ഉണ്ടായത്, അവിടുത്തെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തത് മൂലമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ എ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. ലെറ്റ് എൽ ബി ദ ലേറ്റൻറ്റ് ഹീറ്റ് വെൻ ദ സബ്സ്റ്റൻസ് ചേഞ്ചസ് from V1 to V2, from volume V1 to V2 at a constant temperature. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലിബറേറ്റ് അല്ലെങ്കിൽ അബ്സോർബ്, ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലേറ്റൻറ്റ് ഹീറ്റ് എല്ലായിരിക്കും. ആൻഡ് ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, ചേഞ്ച് ഇൻ വോളിയം, ദാറ്റ് ഈസ് V2 മൈനസ് V1 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ ഡോ ക്യൂവിന് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻഡ് ഡോ വിക്ക് പകരം V2 മൈനസ് V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എൽ ബൈ V2 മൈനസ് V1 അറ്റ് എ കോൺസ്റ്റൻറ്റ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഡി പി ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എൽ ബൈ ടി ഇൻറ്റു V2 മൈനസ് V1. ഇതാണ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എൽ ബൈ ടി ഇൻറ്റു V2 മൈനസ് V1നെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ക്ലോഷ്യസ് ക്ലാപ്പറോൺ ലേറ്റൻറ്റ് ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ക്ലോഷ്യസ് ക്ലാപ്പറോൺ ലേറ്റൻറ്റ് ഹീറ്റ് ഇക്വേഷൻ.